നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നടൻ ദിലീപിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സംവിധായകൻ വിനയൻ. ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് വിനയന്റെ വെളിപ്പെടുത്തൽ. സിനിമയിൽ വിലക്ക് വന്നപ്പോൾ തിലകൻ ആരോഗ്യം പോലും പരിഗണിക്കാതെയാണ് നാടകത്തിൽ അഭിനയിച്ചതെന്നും ഇത് അദ്ദേഹത്തെ കൂടുതൽ അവശനാക്കി തീർത്തതെന്നും വിനയൻ പറഞ്ഞു. 2007 തുളസീദാസാണ് ദിലീപിനെതിരെ പരാതി നൽകിയത്. 3 മാസത്തിനുള്ളിൽ ദിലീപ് പ്രശ്നങ്ങൾ സംസാരിച്ചു പരിഹരിക്കണമെന്നായിരുന്നു മാക്ടയുടെ തീരുമാനം. എന്നാൽ അന്നു മുതൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. രഞ്ജിത്ത് അടക്കമുള്ള സംവിധായകൻ വിനയന്റെ അപ്രമാദിത്വത്തെ എതിർത്ത് രാജിവെച്ചു. പലരും നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് രാജിവെച്ചതെന്ന് എന്നോട് പേഴ്സണലായി പറഞ്ഞു. ഒരിക്കൽ സംവിധായകൻ ജോസ് തോമസ് എന്നോട് തുറന്നു പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പഴയ സംഭവങ്ങൾക്കുള്ള കാവ്യനീതിയാണെന്ന്. അന്ന് ദിലീപ് പറഞ്ഞു, ജോസേട്ടാ, നിങ്ങളുടെ പേര് ഞാനിപ്പോ കൊടുത്തിട്ടുണ്ട്, ആര് വിളിച്ചു ചോദിച്ചാലും രാജിവെച്ചെന്ന് പറയണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് ഇതിന് പിറകിലെന്ന്. തുടർന്നാണ് സൂപ്പർ സ്റ്റാറുകളുടെ സ്പോൺസർഷിപ്പോടെ ഫെഫ്ക വരുന്നത്. അതിനുശേഷമാണ് എനിക്കെതിരെ നീക്കമുണ്ടായത്. പിന്നീട് തിലകൻ ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിരുന്ന ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി. സോഹൻ റോയ് സംവിധാനം ചെയ്യുന്ന ഹോളിവുഡ് ചിത്രം ഡാം 999-ലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് വന്ന വേഷം. ഈ ചിത്രത്തിൽ അഭിനയത്തിന് തിലകൻ ചേട്ടന് തിലകൻ ഓസ്കാർ ലഭിക്കുമെന്ന് സോഹൻ അവകാശപ്പെടുകയും ചെയ്തതാണ്. കഥാപാത്രത്തിനായി തിലകൻ ചേട്ടൻ രാത്രിയിലിരുന്ന് ഇംഗ്ലീഷ് ഡയലോഗുകളെല്ലാം കാണാതെ പഠിക്കുന്നുണ്ടായിരുന്നു. ഉഗ്രൻ കഥാപാത്രമാണെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് ചേട്ടനു പകരം ഹിന്ദി നടൻ രഞ്ജിത്ത് കപൂറാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. തിലകൻ ചേട്ടൻ ലൊക്കേഷനിൽ വന്നാൽ ടെക്നീഷ്യന്മാരെല്ലാം പണി നിർത്തി പോകുമെന്നാണ് സോഹൻ റോയ് അതിന് കാരണം പറഞ്ഞത്. അതോടെ തിലകൻ ചേട്ടൻ വയലന്റായി. കാനം രാജേന്ദ്രനും മറ്റും ഇടപെട്ടാണ് അദ്ദേഹത്തിന് സോഹൻ റോയിൽ നിന്ന് 7 ലക്ഷം രൂപ വാങ്ങി നൽകിയത്. സിനിമ ഇല്ലാതായപ്പോൾ ഒരിക്കൽ സീരിയലിൽ അഭിനയിക്കാൻ പോകുകയാണെന്ന് തിലകൻ ചേട്ടൻ പറഞ്ഞു. സീരിയൽ നിർമ്മാതാവ് അഡ്വാൻസുമായി എന്റെ വീട്ടിലെത്താമെന്നാണ് പറഞ്ഞത്. എന്നാൽ എന്റെ വീട്ടിലെത്തിയ നിർമ്മാതാവ് കൈകൂപ്പിക്കൊണ്ട് ഇത് നടക്കില്ല സാറേ എന്നാണ് പറഞ്ഞത്. തന്നോട് പൊറുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരം സാഹചര്യത്തിൽ സാധാരണ പൊട്ടിത്തെറിക്കാറുള്ള തിലകൻ ചേട്ടൻ ഇവിടെ നീ പോയെന്ന് ആംഗ്യം കാണിക്കുക മാത്രമാണ് ചെയ്തത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സിംഹത്തെ പോലെ പ്രതികരിക്കുന്ന തിലകൻ ചേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അന്ന് ആദ്യമായി ഞാൻ കണ്ടു. താൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ചെറുപ്പക്കാരനാണ് ദിലീപ്. താൻ സ്വന്തം അനിയൻ കണക്കിന് 6-7 വർഷം കൂടെ കൊണ്ട് നടന്ന ദിലീപും ഒരു സൂപ്പർ സ്റ്റാറും ചേർന്ന് ചാനലിൽ വിളിച്ചു. തങ്ങൾ നിരോധിച്ച ഒരാളുടെ സിനിമയിലേക്ക് സാറ്റലൈറ്റ് റൈറ്റ് നൽകിയാൽ അയാൾ അടുത്ത പടം അനൗൺസ് ചെയ്യും. ഇത് തുടർന്നാൽ തങ്ങളാരും നിങ്ങളുടെ പരിപാടിക്കോ ഷോകൾക്കോ വരില്ല. ഇതായിരുന്നു ദിലീപിന്റെ ഭീഷണി, വിനയൻ പറഞ്ഞു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.